നമസ്തേ. 1202 ആണ്ട് ചിങ്ങമാസം 1 തീയതി മുതൽ ഒരു വർഷത്തെ രാശിഫലം. മേടൻ രാശി. മേടൻ രാശിയിൽ പെടുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ച് ഈ ഒരു വർഷക്കാലം ഏറ്റവും നല്ലൊരു ഭാവത്തിലേക്കാണ് വരുന്നത്. അപ്പം ഏഴരശനിയാണ് ഇവർക്ക്, ഈ 3 നക്ഷത്രക്കാർക്കും ഏഴരശനിയാണെങ്കിലും ഈ ഒരു വർഷം വ്യാഴത്തിന്റെ മാറ്റം വരുന്നുണ്ട്. വ്യാഴം മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ രാഹു കേതുക്കൾ മാറുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഫലമായിട്ട് ഇവർക്ക് ഏറ്റവും നല്ല ഭാവത്തിലേക്കാണ് വരുന്നത്. കർമ്മപരമായിട്ട് നല്ല പുരോഗതിയിലേക്കാണ് വരുന്നത്. അപ്പൊ രാഹു 10ാം ഭാവത്തിലേക്കാണ് വരിക. രാഹു കർമ്മത്തിൽ വരുമ്പോ നമുക്ക് പുതിയ പുതിയ തൊഴിലവസരങ്ങൾ വരികയും അതെന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഭാവമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ രാഹുവിനെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു കാര്യങ്ങളാണെങ്കിൽ പോലും കൂടുതൽ സാമ്പത്തികമായിട്ട് അത് മുന്നോട്ട് വരുത്താനായിട്ട് സാധിക്കും. അപ്പം പിന്നെ രാഹു എന്ന് പറഞ്ഞ ഗ്രഹത്തിനെ അറിയാം, നമുക്ക് കൂടുതൽ കുറെ പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുവരും. അതുപോലെ തന്നെ അത് നശിപ്പിക്കാനും ഈ രാഹു വരും. പക്ഷെ വ്യാഴത്തിന്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം ഏറ്റവും നല്ല ഭാവത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ 4ാം ഭാവത്തിൽ വ്യാഴാണ്. മുടങ്ങിക്കെടുക്കുന്ന നമ്മുടെ വീട് പണികളോ അല്ലെങ്കിൽ വിവാഹ കാര്യങ്ങളോ അതൊക്കെ നമുക്ക് ഈ പ്രാവശ്യം കൊണ്ടുവരാനായിട്ട് ഒരു വർഷത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. പിന്നെ പുറത്തേക്ക് പോകുന്നവർക്കാണെങ്കിലും പ്രൊമോഷൻ അതൊക്കെ കാത്തിരിക്കുന്നവർക്ക് ഏഴരശനിയാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇങ്ങനെ വെറുതെ ഇരിക്കേണ്ട ഒരു കാര്യമില്ല. അതിനെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഏഴരശനിയുടെ കാലഘട്ടത്തിലും നിങ്ങൾക്ക് ഉയർന്ന ഒരു കാര്യങ്ങൾ ഉണ്ടാവാനും സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാവാനും സാധിക്കും. ഈ നക്ഷത്രക്കാര് 4ാം ഭാവത്തിലേക്ക് കേതു വരുമ്പോൾ അപ്പൊ അവിടെ ഗണ്ഡകാരകനായ കേതുവാണ്. അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കാം. ആ കേതുവിനെ നമുക്ക് നവഗ്രഹങ്ങളുടെ ക്ഷേത്രത്തിൽ പോയിട്ട് കേതുവിനെ രാഹുവിനും പട്ടും പൂജയൊക്കെ കൊടുക്കുക. അപ്പൊ ഈ ഇങ്ങനെ വരുന്ന ദോഷങ്ങൾക്ക് വലിയൊരു പരിഹാരം ആയിട്ട് അതിനെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ വാക്കുകൾ, ഇവിടെ മേടൻ രാശിക്കാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം നമ്മുടെ വാക്കുകളാണ്. നിധി, കോശം, ധനം, വാക്ക്. അപ്പൊ ആ വാക്കുകളിലൂടെയാണ് നമുക്ക് 2ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല ഭാവത്തിലേക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ടുപോവുകയാണെങ്കിൽ ഏഴരശനിയാണെങ്കിലും നിങ്ങൾക്ക് പുതിയ കർമ്മരംഗത്തേക്ക് വരാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനൊക്കെ ദേവീക്ഷേത്രത്തിൽ പോവാം. 7 ദിവസം ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന കൊടുക്കുക. ശിവക്ഷേത്രത്തിൽ, അത് ഏഴരശനിയാണ്, അത് മനസ്സിലാക്കി ശിവക്ഷേത്രത്തിൽ പിൻവിളക്ക് ധാര കൊടുക്കുക. ഭയങ്കര ടെൻഷനാണല്ലോ, അപ്പൊ ആ ടെൻഷൻ ഉള്ള സമയങ്ങളിലൊക്കെ കരിക്ക് കൊണ്ട് ധാര കൊടുക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതേപോലെ രാഹുകേതുവിന് നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോവാം. രാഹുകേതുക്കൾക്ക് മാത്രം പട്ടും പൂജയും പരിഹാരവും ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ആയില്യ പൂജ ചെയ്യാം. നമുക്ക് രാഹു എന്ന് പറഞ്ഞ പാമ്പുകളാണല്ലോ, അപ്പോൾ അതിന് ആയില്യ പൂജ ചെയ്യാം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വർഷം ഈ മേടൻ രാശിക്കാർക്ക് ഏറ്റവും നല്ല ശോഭന ഫലമാണ് ഉണ്ടാവുന്നത്.